നമ്മളിന്ന് പരിചയപ്പെടുന്നത് തെന്മലയാണ്. തേനിൻ്റെ നാടെന്ന് അറിയപ്പെടുന്ന തെന്മല. ഇവിടെ നമുക്ക് ഒരു ദിവസം ഫുള്ള് കറങ്ങാനുള്ള സ്ഥലങ്ങളുണ്ട്. തെന്മല ഇക്കോ ടൂറിസം, അതുപോലെ തന്നെ അഡ്വഞ്ചർ പാർക്ക്, ബോട്ടിംഗ് സർവീസ്, തെന്മല ഡാം. ഇവിടുന്ന് അടുത്ത് തന്നെയാണ് പാലരുവി വെള്ളച്ചാട്ടമുണ്ട്. പിന്നെ റോസ്മല ഇവിടുന്ന് ഒരു 15 കിലോമീറ്ററോളം ദൂരമുണ്ട്. അങ്ങനെ നമുക്ക് ഒരുപാട് കാണാനായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് ഇവിടെ. എന്തായാലും നമ്മളിന്ന് പോകുന്നത് തെന്മല ഇക്കോ ടൂറിസമാണ്. നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പോകാനുള്ള സമയം നമുക്കിപ്പോൾ ഇല്ല. നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് ഇറങ്ങിയത്. ഇപ്പോൾ ഏകദേശം വൈകിട്ട് 3 മണിയൊക്കെ ആയി. അതുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പോകാനുള്ള സമയമില്ല. എവിടെ പോയാലും നമുക്ക് എങ്ങനെയായാലും ഒരു 2 മണിക്കൂർ വെച്ചെടുക്കും. അതുകൊണ്ട് നമ്മളിവിടെ മാത്രമേ ഇന്ന് കാണുന്നുള്ളൂ. എന്തായാലും നമുക്ക് ഇവിടുത്തെ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാം. ഇവിടെ ടിക്കറ്റ് എടുക്കണം. ഒരാൾക്ക് 130 രൂപയാണ്. പിന്നെ 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് വേണ്ട. കയറുന്ന ഭാഗത്ത് തന്നെ തേനിൻ്റെ നാടെന്നും പറഞ്ഞൊരു ബോർഡും പിന്നെ തേനീച്ചയുടെ ഒരു കൂടും പണിത് വെച്ചിട്ടുണ്ട്. അതിലൊരു തേനീച്ചയുണ്ട്. അതൊരു കറക്റ്റ് ഒറിജിനാലിറ്റി നമുക്ക് കാണാൻ കഴിയും. പക്ഷെ അത് ഒറിജിനലല്ല, അതിനകത്ത് ഒരു തടി വെച്ചൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. അത് കാണാൻ വളരെ ഭംഗിയാണ്. പിന്നെ അവിടെ ഒരു റൂമാണ്. അതിനകത്ത് ഈ തേനീച്ചകളുടെ ഏതൊക്കെ തരത്തിലുള്ളതുണ്ട്, അതിൻ്റെ വളർച്ചകളെല്ലാം നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അതിൻ്റെ ഒരു ഇൻഫർമേഷൻ തരുന്നൊരു ഭാഗമാണിത്. പിള്ളേരൊക്കെ അതിനകത്ത് ചാടി പിടിക്കാനും തൊടാനൊക്കെ നോക്കുന്നുണ്ട്. ഇപ്പോൾ ഒറിജിനലായിരുന്നെങ്കിൽ ഇപ്പോൾ നമുക്ക് പണി കിട്ടിയേനെ. എന്തെല്ലാം അങ്ങനെയൊന്നുമില്ല. എന്തായാലും വളരെ ഒറിജിനാലിറ്റി നമുക്ക് കാണാൻ കഴിയും. ഞാനും ആദ്യം കണ്ടപ്പോൾ ഒരു ഒറിജിനലാണെന്നാണ് വിചാരിച്ചത്. അതിനോട് ചേർന്ന് തന്നെ ഒരു കടയുണ്ട്. അവിടെ തേനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ബോട്ടിന് ഒരു 300 രൂപയാണ് പറയുന്നത് തേനിന്. കുറുക്കൻ്റെ കണ്ണ് കോഴിക്കുട്ടിൽ എന്ന് പറയുന്ന പോലെ പിള്ളേർക്ക് അവിടെ ചെന്നിട്ട് കളിപ്പാട്ടങ്ങൾ മതി. അവർക്ക് എവിടെ പോയാലും കളിപ്പാട്ടം മതി. നമ്മൾ പിന്നെ അവിടെ നിന്ന് 2 ഐസ്ക്രീമും ഒക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ ഈ സ്റ്റാർട്ടിങ്ങിൽ തന്നെയാണ് പാർക്ക് ഉള്ളത്. നമ്മൾ ഒരാൾക്ക് പാർക്കിൽ കയറുന്നതിന് 30 രൂപ കൊടുക്കണം. നമ്മൾ അതിന് 30 രൂപ അടച്ച് ഇതിന് പാർക്കിൽ നമുക്ക് പിന്നെ പോയിട്ട് വരാമെന്ന് തീരുമാനിച്ച് ആദ്യം നമ്മൾ മറ്റ് കാഴ്ചകൾ കാണാൻ വേണ്ടി പോവുകയാണ്.
ബട്ടർഫ്ലൈ പാർക്കിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലെത്തി. ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട്. ഇവിടെ നിന്നാണ് ഈ പാർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളിവിടെ ഗൈഡ് ചെയ്യാനായിട്ടും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ട് ഒരു ഗൈഡുണ്ട്. അദ്ദേഹം നമ്മളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകും. നല്ല പ്രകൃതി ഭംഗിയാണ് ഇവിടെ കാണാനായിട്ട്. ഇതൊരു കാടിൻ്റെ ഉള്ളിൽ കയറിയ ഒരു ഫീലിംഗ് ആണ്. ഇതൊരു നല്ല ഭംഗിയാണ്. നമുക്ക് ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് പലതരം ബട്ടർഫ്ലൈകളെ കാണാൻ പറ്റും. അതിനെപ്പറ്റിയെല്ലാം അവിടുത്തെ ഗൈഡ് നമുക്ക് വിശദീകരിച്ച് തരും. വളരെ ഭംഗിയാണ്. ഈ മൊബൈലിൽ നമുക്ക് ബട്ടർഫ്ലൈകൾ അത്ര ക്ലിയറായിട്ട് കാണാൻ പറ്റത്തില്ല. നമുക്ക് നേരിട്ട് നല്ല ക്ലിയറായിട്ട് കാണാൻ കഴിയും. എന്തിനും നമ്മൾ ഈ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിരിക്കേണ്ടതാണ്. നമുക്ക് ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഇവിടെ ഏകദേശം ഒരു 3/4 മണിക്കൂറോളം നമുക്ക് നടന്ന് കാണാനുള്ള കാഴ്ചകളുണ്ട്. പിന്നെ നമുക്ക് നടന്ന് കുഴയുമ്പോൾ നമുക്ക് ഇരിക്കാനായിട്ടുള്ള സൗകര്യങ്ങളെല്ലാം അവിടെ ഇടയ്ക്കുണ്ട്. എന്തായാലും നമുക്ക് അതൊക്കെ ഒന്ന് കാണാം. ഇവിടെ ഈ ഇലയുടെ അടിക്ക് ഈ ബട്ടർഫ്ലൈയുടെ പ്യൂപ്പ നമുക്ക് കാണാൻ കഴിയും. പിന്നെ ഈ ബട്ടർഫ്ലൈകൾ എങ്ങനെ ഇവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബട്ടർഫ്ലൈ കഴിക്കുന്ന ഇലകൾ, അങ്ങനെയുള്ള മരങ്ങളും ചെടികളെല്ലാം ഇവിടെ നട്ടുപിടിപ്പിക്കുക. അങ്ങനെ ഇതിനെ ആകർഷിച്ചാണ് ഈ ബട്ടർഫ്ലൈകൾ ഇങ്ങോട്ട് വരുന്നത്. ആ ഇലകളെ കഴിക്കുന്നതും എല്ലാം നമുക്ക് കാണാൻ കഴിയും. ഇവർ ഈ ചെടികളും മരങ്ങളും ഒക്കെ ഇങ്ങനെ സംരക്ഷിച്ചുകൊണ്ടാണ് നമുക്കിങ്ങനെ ബട്ടർഫ്ലൈയൊക്കെ കാണാൻ കഴിയുന്നത്. അല്ലെങ്കിൽ ഈ മരങ്ങളും ചെടികളൊന്നും ഇല്ലെങ്കിൽ ഈ ബട്ടർഫ്ലൈ ഒന്നും ഇവിടെ വരത്തില്ല, നമുക്ക് കാണാനും കഴിയത്തില്ല. ഇത്രയും ചിത്രശലഭങ്ങൾ ഉണ്ടെന്ന് നമുക്ക് ഇവിടെ വന്നതിന് ശേഷമാണ് മനസ്സിലാകുന്നത്. പല തരത്തിലുള്ള, നമ്മൾ ഇത്രയൊന്നും കണ്ടിട്ടില്ല. എന്തായാലും ഇത് ഒന്ന് കാണണം. പിന്നെ ഈ സ്ഥലം എല്ലാവർക്കും അറിയാതിരിക്കാം, കാരണം ഇത് കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കൊല്ലത്ത് നിന്ന് ഏകദേശം 62 കിലോമീറ്ററോളം ദൂരമുണ്ട്. പിന്നെ ഈ ബാക്കി കൊട്ടാരക്കരയൊക്കെ ആണെങ്കിലും എല്ലാവർക്കും അടുത്താണ്. എന്തായാലും ഇതൊന്ന് കണ്ടിരിക്കണം. തെന്മല ഇത് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ കാണാനായിട്ട്. നേരത്തെ പറഞ്ഞ പോലെ പാലരുവി വെള്ളച്ചാട്ടം, അതുപോലെ റോസ്മല, ഇതെല്ലാം അടുത്ത് തന്നെയാണ്. പിന്നെ ബോട്ടിങ്ങും കാര്യങ്ങളുമൊക്കെ. എന്തായാലും ഒരു ദിവസത്തെ ഫുള്ള് നമുക്ക് കാണാനുള്ള കാഴ്ചകളുണ്ട്. എന്തായാലും ആരും മിസ് ചെയ്യാതെ ഈ തെന്മലയിലൊന്ന് വന്ന് കാണുക. ഇപ്പം നമ്മൾ കാണുന്നത് പറഞ്ഞാൽ ബട്ടർഫ്ലൈ പാർക്ക് മാത്രമേ കാണുന്നുള്ളൂ. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊന്നും നമ്മൾ പോയിട്ടില്ല. എന്തായാലും ഈ സ്ഥലം എല്ലാവരും ഒന്ന് കാണുക.
നിങ്ങൾക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇനിയും കാഴ്ചകളുണ്ട്, അതെല്ലാം നിങ്ങൾ കാണണം. എന്തെല്ലാം ഞാൻ കാണിക്കാം. പിന്നെ ഇവിടെ ഒരുപാട് മരങ്ങളുണ്ട്, നമ്മൾ കണ്ടിട്ടില്ലാത്ത, നമ്മൾ കേട്ടിട്ടുള്ളത് മാത്രമായ ഔഷധങ്ങളായ മരങ്ങളുണ്ട്. അതിൻ്റെ പേരും ബോർഡും എല്ലാം മരത്തിൽ അവർ ഒട്ടിച്ചിട്ടുണ്ട്. എന്തായാലും പിള്ളേരൊക്കെ നടന്ന് കുഴഞ്ഞിട്ടുണ്ട്. പിന്നെ കൊതുകടി നല്ലപോലുണ്ട്. കാര്യം മഴയൊക്കെ കഴിഞ്ഞ സമയമായിട്ട് നല്ല കൊതുകുകളുണ്ട്. പിന്നെ നമ്മൾ ഇടയ്ക്ക് ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്താണ് നടന്നത്. കാര്യം നമുക്ക് കണ്ടിന്യൂ ആയിട്ട് ഇത്ര നടക്കാനൊക്കെ പാടാണ്. കാര്യം നല്ല കയറ്റവും
അങ്ങനെ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ കുട്ടികളെ ഒന്ന് സന്തോഷിപ്പിക്കാനായിട്ട് നേരെ പാർക്കിലോട്ട് പോവുകയാണ്. ഇനി അവരവിടെ കുറച്ച് നേരം കളിക്കട്ടെ. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യണം.